ഇനി പൈത്തണിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാണ് കാണുന്നത്? പൈത്തൻ്റെ ഫ്യൂച്ചർ വളരെ ബ്രൈറ്റാണ്. കാര്യം ഇപ്പോൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, വെബ് ഡെവലപ്മെൻറ്റ് തന്നെ അത്യാവശ്യം നല്ല ഫ്രെയിം വർക്കുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലൈബ്രറീസ്, അതായത് മറ്റേ AI ML എന്ന് പറയുമ്പോൾ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലൈബ്രറീസ് പൈത്തൺ ബേസ്ഡ് ആണ്. അതെന്തുകൊണ്ടാണ് ഈ പൈത്തൺ ബേസ്ഡ് ആക്കി പൈത്തൺ ബാക്കിയുള്ള ലാംഗ്വേജുമായിട്ട്? അപ്പോൾ പൈത്തൺ എന്താണ് വ്യത്യാസം? പൈത്തൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പൈത്തൻ്റെ കോഡ് വായിക്കുന്നത് ഇംഗ്ലീഷ് വായിക്കുന്നത് പോലെ എളുപ്പമാണ്. അപ്പോൾ പഠിക്കാൻ അത്രയും എളുപ്പമാണ്. പഠിക്കാൻ എളുപ്പമാണ്. പക്ഷേ അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിച്ച് തുടങ്ങാൻ എളുപ്പമാണ്. ഒരു മീഡിയം ലെവൽ വരെ എത്താൻ വേണ്ടി പൈത്തൺ എളുപ്പമാണ്. ഓക്കെ. അതായത് വളരെ സമയം വേണ്ട പൈത്തൺ. പക്ഷെ ആ മീഡിയം കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ടേക്ക് പോകാൻ കുറച്ച് കൺസെപ്റ്റുകൾ പാടായിട്ട് വരും. കാര്യം നമ്മൾ ഈ ഒരു കർവായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിഫോമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന